നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ബലാത്സംഗ പരാതിയിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിൽ. അറസ്റ്റിലായത് മൂന്നാമത്തെ പരാതിയിൽ. ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനി. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്നും റിമാൻഡ് റിപ്പോർട്ട്. അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. നാടകീയ അറസ്റ്റ് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി പഴുതടച്ച ഓപ്പറേഷനിലൂടെ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. രാഹുലിന് പിന്തുണയും സംരക്ഷണവും ഒരുക്കുന്നത് കോൺഗ്രസ് എന്ന് CPM. MLA സ്ഥാനം രാജിവെക്കണമെന്ന് K സുരേന്ദ്രൻ. അയോഗ്യതാ പ്രമേയം വന്നാൽ അപ്പോൾ ആലോചിക്കുമെന്ന് VD സതീശൻ. രാഹുലിനെതിരെ പ്രതിഷേധിച്ച് DYFIയും യുവമോർച്ചയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലൂന്നി SIT അന്വേഷണം. തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ ഒരു തെളിവും കണ്ടെത്താനായില്ല. റിമാൻഡിലുള്ള തന്ത്രി ആശുപത്രി വിട്ടു. മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത് ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ പരിഗണിക്കും. കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താൻ LDFനും UDFനും കഴിയില്ല എന്നും വിമർശനം. BJP പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച അമിത്ഷായ്ക്ക് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ച് BJP സംസ്ഥാന നേതൃത്വം. അമേരിക്ക ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ്. പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്ന് ട്രംപിന്റെ അന്ത്യശാസനം. രാജ്യത്തെ പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ US എന്ന് ഇറാൻ. ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സിറിയയിൽ USന്റെ വ്യോമാക്രമണം. പുതുവത്സര ഓഫർ പ്രഖ്യാപിച്ച് കുവൈറ്റ് വിമാന കമ്പനി ജസീറ എയർവേസ്. വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വൺവേ ടിക്കറ്റിന് 10 ദിനാർ മുതൽ ലഭ്യമാകും. ബുക്കിംഗ് സമയപരിധി ഈ മാസം 17 വരെ. തിരുവനന്തപുരം, കൊച്ചി അടക്കമുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഓഫർ നിരക്ക് ബാധകം. ബലാത്സംഗ പരാതിയിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിൽ. മൂന്നാമത്തെ പരാതിയിലാണ് അറസ്റ്റിലായത്. ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനി പറഞ്ഞു. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാത്രി 12:30 പാലക്കാട് നിന്നും രഹസ്യ നീക്കത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. പാലക്കാട് SP G പൂങ്കടലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. കേസിന്റെ ഭാഗമായി രാഹുലിന്റെ രക്തസാമ്പിളുകളടക്കം ശേഖരിച്ചു. ആശുപത്രിയിൽ എത്തിച്ച രാഹുലിനെതിരെ വിവിധ യുവജന സംഘടനകൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഉച്ചയോടെയാണ് പത്തനംതിട്ട ജില്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയത്. പീഡന പരാതിയിൽ ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി IPC 376, 506 വകുപ്പുകളാണ് രാഹുലിന് മേൽ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ജാമ്യ ഹർജിയുമായി മുന്നോട്ടു പോകുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ അറിയിച്ചു. Why should a person be arrested if he is available for interrogation? ഒളിവിൽ പോയെന്ന് ആരാ പറഞ്ഞേ? When a person files an anticipatory bail application before the High Court, what does it mean? It means you are subjecting yourself to the custody of the court. ആണോ അല്ലേ? Then how can you say that അയാൾ ഒളിവിൽ പോയെന്ന്?
ഞാൻ കോടതിയിലൊരു എന്നെ കള്ള പരാതിയുടെ പേരിൽ എന്നെ പോലീസ് പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കോടതി പറയുന്ന ഏത് നിർദ്ദേശത്തിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ കോടതിയിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ ആം അബ്സ്കോണ്ടിങ്? ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാം കേസിൽ ജനുവരി 21 വരെ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് രാഹുലിനെതിരെ മൂന്നാം പരാതി ലഭിച്ചത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പോട്ട് വീണത് അർദ്ധരാത്രിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി 12:30 പാലക്കാട് KPM റീജൻസിയിൽ നിന്നും രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാടകീയമായിരുന്നു. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ റിമാൻഡിലായത്. പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണ സംഘം രാഹുലിനെ പാതിരാത്രിയിൽ കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തുള്ള യുവതിയുടെ പരാതി ഇമെയിൽ വഴിയാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. പിന്നീട് വീഡിയോ കോൾ വഴി യുവതിയുടെ മൊഴിയെടുത്തു. പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് DGPക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. രാഹുൽ പുറത്തു നിൽക്കുന്നത് തന്റെ കുടുംബത്തിന് ഭീഷണിയാണെന്നും അറസ്റ്റ് വൈകുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും സന്ദേശത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേസ് മുന്നോട്ടു പോയത്. ലോക്കൽ പോലീസിലേക്ക് ഒരു വിവരവും എത്തിയിരുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘത്തലവ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ചോദ്യം ചെയ്യലിൽ ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുൻപിൽ രാഹുൽ പതറുന്ന കാഴ്ചയാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ കണ്ടത്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അതീവ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയുമാണ് രാഹുൽ മറുപടി നൽകിയത്. ബലാത്സംഗത്തിനും ശാരീരിക മാനസിക പീഡനത്തിനും പുറമെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കലടക്കം ഞെട്ടിക്കുന്നതും സമാന സ്വഭാവത്തിലുള്ളതുമാണ് കുറ്റങ്ങൾ. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ഫോൺ ലോക്കടക്കം മാറ്റാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നു. രാഹുൽ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് ബലാത്സംഗം ചെയ്തുവെന്നും തിരുവല്ലയിലെ ഹോട്ടലിൽ വിളിച്ചുവരുത്തിയായിരുന്നു പീഡനമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ആഡംബര ഹോട്ടലിൽ റൂമിലേക്ക് കയറ്റിയതിനു പിന്നാലെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ക്രൂരമായി മർദ്ദിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട്ടെ ഫ്ളാറ്റ് രാഹുൽ ഒഴിഞ്ഞതോടെ KPM ഹോട്ടലിലാണ് മാങ്കൂട്ടത്തിൽ താമസിച്ചു വന്നിരുന്നത്. KPM ഹോട്ടലിലെ മുറി പോലീസ് നിരീക്ഷണത്തിലാണുള്ളത്. രാഹുലിനെതിരെ പഴുതടച്ച നീക്കമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. പൂങ്കഴലിയുടെ നേതൃത്വത്തിൽ പുതിയ കേസ് മുന്നോട്ടു പോകുമ്പോൾ മൊഴി നൽകാൻ യുവതി വിദേശത്തു നിന്നും ഉടനെത്തുമെന്നാണ് സൂചന. വിവാഹിതയായ 31 വയസ്സുകാരിയായ പരാതിക്കാരി വിദേശത്താണ് താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് സ്പീക്കർ AN ഷംസീർ. ആദ്യമായാണ് ഒരു നിയമസഭാ സാമാജികനെതിരെ ഇത്തരത്തിൽ നിരന്തരമായി പരാതികൾ ഉയരുന്നത്. രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്നും സ്പീക്കർ പറഞ്ഞു. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണെന്നും അതിനാൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് അധികാരമില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭയിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ പ്രമേയം വന്നാൽ അപ്പോൾ ആലോചിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് സർക്കാരിന് വേറെ വഴിയില്ലാത്തതുകൊണ്ടെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാഹുലിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ല എന്നതിന്റെ തെളിവാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല, ഇതൊരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ കേസുമായി ബന്ധമുണ്ട്. 15-ലധികം പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഉചിതമായ നടപടി പാർട്ടി സ്വീകരിച്ചുവെന്നും നേതാക്കൾ വ്യക്തമാക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് സംരക്ഷണ കവചം ഒരുക്കിയെന്നും രാജി ആവശ്യപ്പെട്ടില്ല എന്നും LDF കുറ്റപ്പെടുത്തി. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി എന്തു ചെയ്യുന്നുവെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല.
രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടിയെടുത്തുവെന്നും രാഹുലിന്റേത് ഇപ്പോൾ വ്യക്തിപരമായ വിഷയം മാത്രം എന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയപ്പെടുന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇതുവരെ കർശന നടപടി സ്വീകരിക്കാത്തത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിഷയത്തിൽ കോൺഗ്രസിന് രണ്ട് നിലപാടാണെന്നും രാഹുലിന് കോൺഗ്രസ് പരോക്ഷമായി പിന്തുണ നൽകുന്നു എന്നും മന്ത്രി P രാജീവ് പ്രതികരിച്ചു. MLA സ്ഥാനത്തിന്റെ അയോഗ്യത സംബന്ധിച്ച് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ കോൺഗ്രസ് രണ്ട് നിലയിലുള്ള സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു, പ്രത്യക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് സംരക്ഷണ കവചമൊരുക്കിയെന്നും കോൺഗ്രസിന്റെ വികൃത മുഖമാണ് ഇപ്പോൾ പ്രകടമായത് എന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ. രാഹുലിന്റെ ഇപ്പോഴത്തെ അറസ്റ്റ് പരാതിയുമായി മുന്നോട്ട് വരാൻ സ്ത്രീകൾക്ക് ധൈര്യം പകരുന്ന നടപടി എന്നായിരുന്നു കോൺഗ്രസ് സഹയാത്രികയും പ്രസാധകയുമായ MA ഷഹനാസിന്റെ പ്രതികരണം. നാണമുണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും ഷഹനാസ് ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. രാഹുലിന്റെ അറസ്റ്റിലൂടെ ഇരകൾക്ക് ആദ്യ നീതി ലഭിച്ചുവെന്നും അറസ്റ്റിൽ സന്തോഷമെന്നും എഴുത്തുകാരി ഹണി ഭാസ്കറും പ്രതികരിച്ചു. സർക്കാർ അത്ര കർക്കശമായിട്ട് തന്നെ അയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ ഇരയ്ക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയിട്ട് നിയമ സംവിധാനങ്ങൾ മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് മതിയായ രേഖകൾ കണ്ടെത്താനാകാതെ പ്രത്യേക അന്വേഷണ സംഘം 8 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തത് തന്ത്രിയുടെ ബാങ്ക് രേഖകളും സ്വകാര്യ ഡയറികളും മാത്രമാണ്. ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിയൊരുക്കിയത് തന്ത്രിയാണെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു, ആചാര ലംഘനത്തിന് മൗനാനുവാദം നൽകി, ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നിങ്ങനെയുള്ള വകുപ്പുകൾ റിമാൻഡ് റിപ്പോർട്ടിലും ഉൾപ്പെടുത്തി. ഇത് സാധൂകരിക്കാനുള്ള തെളിവുകൾ തേടിയാണ് തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘം പരിശോധനയ്ക്കായി എത്തിയത്. ശനിയാഴ്ച 2:50 തന്ത്രിയുടെ വീട്ടിലെത്തിയ സംഘം രാത്രി ഏറെ വൈകിയാണ് പരിശോധന അവസാനിപ്പിച്ചത്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുണ്ടോ എന്നതായിരുന്നു പ്രധാനമായും സംഘം പരിശോധിച്ചത്. ഇതിനായി വീട്ടിലുണ്ടായിരുന്ന അകന്ന ബന്ധുക്കളെയും പ്രത്യേക അന്വേഷണ സംഘം പുറത്താക്കി. എന്നാൽ തന്ത്രിയുടെ ഭാര്യയുടെയും അഭിഭാഷകയായ മരുമകളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. അതിനിടെ പ്രാദേശിക സ്വർണ്ണപ്പണിക്കാരനെയും പരിശോധനയിൽ സഹായിക്കാനായി എത്തിച്ചു. സ്വർണത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനായിരുന്നു ഇത്. എന്നാൽ 8 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ കേസിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. ഒടുവിൽ തന്ത്രിയുടെ ബാങ്ക് രേഖകളും സ്വകാര്യ ഡയറികളും മാത്രം കസ്റ്റഡിയിലെടുത്തായിരുന്നു SITയുടെ മടക്കം. അതിനാൽ തന്നെ കേസിൽ 13ാം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നടത്തിയ കണ്ടെത്തലുകൾ നിലനിൽക്കണമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇനി കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും. അമൃത ന്യൂസ്, ആലപ്പുഴ. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ ആരോഗ്യനില തൃപ്തികരം. തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് തന്ത്രിയുടെ ECG അടക്കമുള്ളവ പരിശോധിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അറിയാനുള്ള ഡ്രോപ്പ് ടെസ്റ്റും നടത്തി. ഫലം വന്നപ്പോൾ ഡ്രോപ്പ് ടെസ്റ്റിൽ ഡോക്ടർമാർ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്താനായാണ് തന്ത്രിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. 24 മണിക്കൂർ നേരത്തെ നിരീക്ഷണം പൂർത്തിയാക്കി തന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്ത്രിയെ മാറ്റുന്നത്. തന്ത്രിക്കായി ഉടൻ SIT കസ്റ്റഡി അപേക്ഷ നൽകും. സാമ്പത്തിക ഇടപാടുകളിലൂന്നിയായിരിക്കും SITയുടെ അന്വേഷണം. ചൊവ്വാഴ്ചയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. EDയും പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ BJP പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് കോർപ്പറേഷനിൽ BJP മേയർ വന്നെങ്കിൽ നാളെ കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താൻ LDFനും UDFനും കഴിയില്ല. കേരളത്തിലെ വിശ്വാസികളെ സംരക്ഷിക്കാനായില്ല എങ്കിൽ പിണറായി വിജയന് ഇറങ്ങിപ്പോകാൻ സമയമായി എന്നും അദ്ദേഹം വിമർശിച്ചു.
വികസിത കേരളം സാധ്യമാകണമെങ്കിൽ LDF-ന്റെയും UDF-ന്റെയും കസേരകളെ അവസാനിപ്പിച്ച് BJP അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. NDAയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച അമിത്ഷാ BJP മുഖ്യമന്ത്രി കേരളത്തിൽ വരികയാണ് പ്രധാന ലക്ഷ്യമെന്ന് ആഹ്വാനം ചെയ്തു. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ LDF-ന്റെയും UDF-ന്റെയും കസേരകളെ അവസാനിപ്പിച്ച് BJP അധികാരത്തിലെത്തണം. ശബരിമല തന്നെയാണ് NDA പ്രധാന പ്രചാരണ വിഷയമാക്കുന്നതെന്ന് അമിത്ഷായുടെ ഓരോ വാക്കുകളിലും വ്യക്തമായിരുന്നു. 2 മന്ത്രിമാർ ജനമനസ്സുകളിൽ കുറ്റവാളികളാണെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതും ഓർമ്മിപ്പിച്ചു. ശബരിമലയിൽ നിഷ്പക്ഷ അന്വേഷണം നടന്നില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. मैं आज मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും വോട്ട് ബാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് LDF-ഉം UDF-ഉം പ്രവർത്തിക്കുന്നതെന്ന് അമിത്ഷാ ആരോപിച്ചു. തടിയിൽ തീർത്ത അയ്യപ്പ വിഗ്രഹം BJP സംസ്ഥാന നേതൃത്വം അമിത്ഷായ്ക്ക് സമ്മാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ദുബായിലേക്ക് ലോകമെങ്ങും നിന്നും ഒഴുകിയെത്തിയത് വൻ ജനസഞ്ചയം. ഡിസംബർ 29 മുതൽ ജനുവരി 3 വരെയുള്ള ദിവസങ്ങളിൽ മാത്രം 13,70,000 യാത്രക്കാരാണ് വിവിധ മാർഗങ്ങളിലൂടെ ദുബായിലെത്തിയത്. അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളുടെയും മികച്ച ആസൂത്രണത്തിന്റെയും സഹായത്തോടെ ഇത്രയധികം പേരുടെ യാത്രാ നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. പുതുവത്സര അവധി ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ദുബായിലേക്ക് എത്തിയത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴിയാണ്. 12,72,246 പേരാണ് ഈ ദിവസങ്ങളിൽ വിമാനത്താവള സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. സ്മാർട്ട് ഗേറ്റുകളും സ്മാർട്ട് കോറിഡോറുകളും സജീവമായതോടെ പാസ്പോർട്ട് പരിശോധനയ്ക്കും മറ്റുമായി ക്യൂ നിൽക്കേണ്ട സമയം ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു. ഹത്ത ബോർഡർ ഉൾപ്പെടെയുള്ള കരമാർഗമുള്ള അതിർത്തികൾ വഴി 77,059 പേരും തുറമുഖങ്ങൾ വഴി 21,135 പേരും ഈ ദിവസങ്ങളിൽ ദുബായിലേക്കെത്തി. ഇവിടങ്ങളിലും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വൻ തിരക്കിനിടയിലും യാത്രക്കാർക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്രാനുഭവം ഒരുക്കാൻ സാധിച്ചുവെന്ന് GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു. യാത്രക്കാരുടെ സംതൃപ്തിക്കും സുരക്ഷയ്ക്കുമാണ് മുൻഗണന നൽകിയതെന്നും സാങ്കേതികവിദ്യയും കർമ്മനിരതരായ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലും സംയോജിപ്പിച്ചാണ് നടപടികൾ വേഗത്തിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലെ പ്രമുഖ വിമാന കമ്പനിയായ ജസീറ എയർവേസ് പുതുവത്സര ഓഫർ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വൺ വേ ടിക്കറ്റ് 10 ദിനാർ മുതൽ ലഭ്യമാകും. ഈ മാസം 17 വരെയാണ് ടിക്കറ്റ് ബുക്കിംഗിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1-നും മെയ് 15-നും ഇടയിലുള്ള തീയതികളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഓഫർ ബാധകമാണ്. യാത്രക്കാർക്ക് 7 കിലോ ഹാൻഡ് ലഗേജ് മാത്രമാണ് സൗജന്യമായി അനുവദിക്കുക. ഓഫറിന്റെ ആദ്യഘട്ടമായ ഈ മാസം 13 വരെ ജസീറ എയർവേസിന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, 177 എന്ന നമ്പറിലുള്ള ഉപഭോക്തൃ സേവന കേന്ദ്രം എന്നിവയുൾപ്പെടെയുള്ള നേരിട്ടുള്ള ചാനലുകൾ വഴി മാത്രമേ ടിക്കറ്റുകൾ ലഭ്യമാകൂ. തുടർന്ന് ജനുവരി 14 മുതൽ 17 വരെയുള്ള കാലയളവിൽ എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിലൂടെയും ഓഫർ ലഭ്യമാകും. കൊച്ചി, മുംബൈ, തിരുവനന്തപുരം എന്നിവ കൂടാതെ അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ് എന്നീ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഓഫർ നിരക്ക് ലഭ്യമായിരിക്കും. ഫെബ്രുവരി തുടക്കത്തിൽ കോഴിക്കോട് സർവീസ് ആരംഭിക്കുമെന്ന് സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് അറിയിച്ചു. ഇന്ത്യയിൽ സൗദി സർവീസ് ആരംഭിക്കുന്ന 7ാമത്തെ നഗരമാണ് കോഴിക്കോട്. നിലവിൽ ബാംഗ്ലൂർ, മുംബൈ, കൊച്ചി, ഡൽഹി, ഹൈദരാബാദ്, ലക്നൗ എന്നിവിടങ്ങളിലേക്കാണ് സൗദി സർവീസുകൾ നടത്തുന്നത്. ഫെബ്രുവരി 1 മുതൽ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആഴ്ചയിൽ 3 സർവീസുകൾ വീതം കോഴിക്കോട്ടേക്ക് നടത്തുമെന്ന് സൗദി അറിയിച്ചു. വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും റിസർവേഷനുകൾ ലഭ്യമാണ്. ഷാർജയിൽ ചിലയിടങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയത് ജനജീവിതത്തെ ബാധിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് അൽ നഹ്ദ, മുവൈല, അൽ താവൂൻ, അൽ സഹിയ, അൽ മംസാർ, അൽ മജാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത്. CBSE ബോർഡ് പരീക്ഷയെയും അപ്രതീക്ഷിത വൈദ്യുതി തടസ്സം ബാധിച്ചു. ഷോപ്പിംഗ് മാളുകളുടെയും ഓഫീസുകളുടെയും പ്രവർത്തനവും തടസ്സപ്പെട്ടു. അവധി ദിവസമായതിനാൽ മിക്ക ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും തിരക്കുണ്ടായിരുന്നു. പ്രാദേശികമായി ഉണ്ടായ തടസ്സങ്ങൾ മൂലം ഓട്ടോമാറ്റിക് സംരക്ഷണ സംവിധാനങ്ങൾ സജീവമായതാണ് വൈദ്യുതി തടസ്സത്തിന് കാരണമായതെന്ന് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചു. 4 മണിക്കൂറുകൾക്ക് ശേഷം വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു.
ദുബായ് നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നായ ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി. നഗരത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിൽ ഒന്നാണ് ഹെസ സ്ട്രീറ്റ്. ഇതോടെ അൽഖൈൽ റോഡിലേക്കും ഷെയ്ഖ് സായിദ് റോഡിലേക്കുമുള്ള ഗതാഗതം കൂടുതൽ സുഗമമാകും. അൽഖൈൽ റോഡിൽ നിന്നും ഷെയ്ഖ് സായിദ് റോഡിലേക്കുള്ള 4.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഹെസ സ്ട്രീറ്റിന്റെ ആദ്യഘട്ട വികസനം പൂർത്തിയായിരിക്കുന്നത്. 4 വരി പാതയായി വികസിപ്പിച്ചതോടെ ഇതിലൂടെയുള്ള ഗതാഗത തിരക്കിന് കുറവുണ്ടാകും. 690 മില്യൺ ദിർഹം ചെലവ് വരുന്നതാണ് ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതി. സൊമാലിയയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്നതായി സൗദി അറേബ്യ. സൊമാലിയൻ വിഷയത്തിൽ ചേർന്ന OIC വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗത്തിലാണ് സൗദി വിദേശകാര്യ സഹമന്ത്രി വലീദ് അൽ ഖുറൈജി രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. സൊമാലിയാൻഡ് മേഖലയെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ഇസ്രായേൽ നടപടി അംഗീകരിക്കാനാകില്ല എന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN പ്രമേയങ്ങളുടെയും ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സൊമാലിയയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും രാജ്യത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമായ സമാന്തര നീക്കങ്ങളെ സൗദി അറേബ്യ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റ് സുലൈബിയയിലെ ജയിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ആഭ്യന്തര മന്ത്രാലയം. കെട്ടിടത്തിൽ ശുചീകരണ ജോലികൾക്കായി നിയോഗിക്കപ്പെട്ട തൊഴിലാളികൾക്കും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. അഗ്നിശമന സേനാ വിഭാഗം എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം ആരംഭിച്ചതായി മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ വാഹനങ്ങളിൽ നിന്നും വേസ്റ്റ് പുറത്തേക്ക് എറിയുന്നത് ഗതാഗത നിയമ ലംഘനമാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ്. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്ക് 300 മുതൽ 500 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. റോഡുകളുടെ ശുചിത്വവും സുരക്ഷയും മുൻനിർത്തിയാണ് നടപടി. കൂടാതെ അശാസ്ത്രീയമായി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മറ്റുള്ളവരുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതും നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുമെന്നും ട്രാഫിക് വിഭാഗം ഓർമ്മിപ്പിച്ചു. കുവൈറ്റിലെ ഫ്ളാറ്റിൽ കുഴഞ്ഞു വീണ് മലയാളി മരിച്ചു. മംഗഫ് ബ്ലോക്ക് 4-ൽ താമസിക്കുന്ന പത്തനംതിട്ട കറ്റാനം സ്വദേശി GB ജോർജ് ആണ് ഫ്ളാറ്റിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ജനറൽ കോൺട്രാക്ടിംഗ് ഫോർ ബിൽഡിംഗ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. ഭാര്യയും ഒരു മകനുമുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ തുടരുന്ന ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലും മേഖലയിലെ US സൈനിക ആസ്ഥാനങ്ങളുമാകും ലക്ഷ്യമിടുകയെന്നും ഇറാൻ സ്പീക്കർ പാർലമെന്റിൽ പറഞ്ഞു. US ഇടപെടാനുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രായേലും അതീവ ജാഗ്രതയിലാണ്. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ജാഗ്രത പുലർത്തുന്നത്. ഇറാനിൽ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. അതേസമയം രാജ്യത്തെ പ്രതിഷേധം ആളിക്കെത്തിക്കുന്നതിന് പിന്നിൽ US ആണെന്നാണ് ഇറാന്റെ നിലപാട്. സംസ്ഥാന ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പ് വയനാട് ജില്ലാതല മത്സരം ശ്രദ്ധേയമായി. ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷനും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാതല വിജയികൾ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി. കേരളത്തിന്റെ ക്വിസിംഗ് ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്നുള്ള മത്സരങ്ങൾ. കേരളത്തിന്റെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂൾ പദവിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വയനാട് മുട്ടിൽ WMO ഇംഗ്ലീഷ് അക്കാദമിയിൽ നടത്തിയ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ സെന്റ് തോമസ് HSS നടവയിലെ മുഹമ്മദ് അമിൻ ഷാ, ഇബായത്തുൽ നൌറിൻ എന്നിവർ ജേതാക്കളായി. നടവയൽ സ്കൂളിൽ നിന്നും മുഹമ്മദ് അമിൻ ഷാ ആൻഡ് ഇബാദിയ നൂറിൻ. ജൂനിയർ വിഭാഗത്തിൽ GHSS പടിഞ്ഞാറത്തറയുടെ ഉജ്വൽ കൃഷ്ണ SRും ജോൺ CMുമാണ് വിജയികൾ. ഉജ്വൽ കൃഷ്ണ ആൻഡ് ജോൺ CM ഒന്നാം സ്ഥാനത്തെത്തിയ പടിഞ്ഞാറത്തറ സ്കൂളിന് 20,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് സമ്മാനമായി ലഭിക്കുന്നത്. സബ് ജൂനിയർ വിഭാഗത്തിൽ GHSS പനമരം, ഡീപോൾ പബ്ലിക് സ്കൂൾ, GHS വാളവയൽ ടീമുകളും, ജൂനിയർ വിഭാഗത്തിൽ GHSS പെരിക്കല്ലൂർ, MGM HSS മാനന്തവാടി, കേന്ദ്രീയ വിദ്യാലയം കൽപ്പറ്റ ടീമുകളും ഫൈനലിലെത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനിച്ചു. 70,000 രൂപയുടെ ക്യാഷ് പ്രൈസുകളാണ് നൽകിയത്. WMO ഇംഗ്ലീഷ് അക്കാദമി പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ മനയിൽ, WMO വയനാട് ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷാ, എഴുത്തുകാരൻ ഹാരിസ് നെന്മേനി,
WMO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സലീം PK എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്യൂ ഫാക്ടറിയുടെ നേതൃത്വത്തിൽ ദീപക് കെയും ദ്വാരക ഗുരുകുലം കോളേജ് പ്രിൻസിപ്പൽ ഷാജൻ ജോസുമാണ് മത്സരം നിയന്ത്രിച്ചത്. KSRTCയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് KL15. അതുപോലെ കേരളത്തിലെ 14 ജില്ലകൾക്കും ഓരോരോ രജിസ്ട്രേഷൻ കോഡുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ടീം 4 ഗോയിങ് ഫോർ ഇറ്റ് അഗൈൻ പറഞ്ഞോ. IQAയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കായി 18 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സബ് ജൂനിയർ വിഭാഗം വിജയിക്ക് 1 ലക്ഷം രൂപയും ജൂനിയർ വിഭാഗം വിജയിക്ക് 50,000 രൂപയും സമ്മാനമായി ലഭിക്കും. ഏകദേശം 200ഓളം വിദ്യാർത്ഥികൾ ആദ്യത്തെ മത്സരത്തിൽ സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാമത്തെ എഡിഷനിൽ പങ്കെടുത്തിരിക്കുന്നു. ഒരു വലിയ വിജയമാണ്. അമൃത വിശ്വവിദ്യാപീഠത്തിനും അമൃത TVക്കും IQA ഏഷ്യയ്ക്കും IQA വയനാട് ചാപ്റ്ററിനും ഒരുപാട് ചാരിതാർത്ഥ്യം. ഇനി മുന്നോട്ട്. ജനുവരി 13 തിരുവനന്തപുരത്തും 14 കൊല്ലത്തും 15 പത്തനംതിട്ടയിലും 16 ആലപ്പുഴയിലും IQAയും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങൾ നടത്തും. അമൃത ന്യൂസ്, വയനാട്. മകരവിളക്കിന് 3 ദിവസം ശേഷിക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. അവധി ദിനമായിട്ടും സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടില്ല. ഇന്നലെ 71,000 ഭക്തർ ദർശനം നടത്തിയതും നട തുറന്നതിന് ശേഷമുള്ള കുറഞ്ഞ കണക്കാണ്. എരുമേലി പേട്ട സംഘങ്ങളും അടുത്ത ദിവസം സന്നിധാനത്തെത്തും. മകരവിളക്ക് തൊഴാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തമ്പടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ മകരവിളക്ക് ദിനമായ 14-ന് ആകെ 35,000 ഭക്തർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. 1.5 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്ത് എത്തുമെന്നാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൂട്ടൽ. കർശന സുരക്ഷാ നിർദ്ദേശങ്ങളാണ് പോലീസ് സന്നിധാനത്ത് നൽകിയിരിക്കുന്നത്. ഭക്തിയും മതസൗഹാർദ്ദവും സംഗമിച്ച് എരുമേലി പേട്ടതുള്ളൽ. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ആഹ്ലാദ പ്രതീകമായിട്ടാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 കൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നപ്പോൾ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു. എരുമേലി കൊച്ചമ്പലത്തിൽ തിടമ്പുകൾ പൂജിച്ച ശേഷം ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. നൈനാർ പള്ളിയിലെത്തിയ സംഘത്തെ പള്ളി ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് വാവരുടെ പ്രതിനിധിയുമായി അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക് നീങ്ങി. ഉച്ചകഴിഞ്ഞ് 3:30 ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു. ആകാശത്ത് വെള്ളി നക്ഷത്രം കണ്ടാണ് ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും പോയി എന്ന സങ്കല്പത്തിൽ വാവർ പള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക് പോകുന്നത്. വലിയമ്പലത്തിലെത്തി പേട്ടതുള്ളൽ സമാപിച്ചതിനെ തുടർന്ന് ആലങ്ങാട്ട് സംഘത്തിന്റെ ഗോളക സമർപ്പണവും നടന്നു. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.